അങ്ങനെ ഞങ്ങൾ 2:30 ആയപ്പോഴത്തേനും റൂമിൽ വന്നു. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കൊണ്ടുവന്ന സാധനം എല്ലാം അവിടെ വെച്ച ശേഷം കൈ മുഖമൊക്കെ കഴുകി കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല വിശപ്പുണ്ട്, പിള്ളേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ താഴെ തന്നെ നമ്മുടെ മീനാക്ഷി ഭവൻ ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് തിരക്കുണ്ടായിരുന്ന ഹോട്ടലിൽ പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിരിക്കാനായിട്ട്. അപ്പോൾ ഒരു മൂലയിലായിരുന്നു, ആ വാഷ് ബേസിൻ്റെ തൊട്ടപ്പുറത്തായിട്ടായിരുന്നു നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയത്. എന്നിട്ടിതാ ചോറ് കഴിക്കാനായിട്ട് ചോറും സാമ്പാറും പിന്നെ പപ്പടം നല്ല തമിഴ്നാട്ടിൽ അപ്പളം എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് ബീട്രൂട്ട് പെരട്ടും മസാലക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി നല്ലപോലെ ഫുഡ് കഴിച്ചു. നല്ല ആഹാരമായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് പിന്നെ ഒരു 5:30 ആയപ്പോഴത്തേനും 5:45 ആയപ്പോഴത്തേനും ഞങ്ങൾ മുട്ട അടിക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം എവിടെ നിന്നുള്ളതൊന്നും അറിയത്തില്ല, പിന്നെ ചോദിച്ചു പോയി ഞങ്ങൾ. അപ്പം സൈഡിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ മുട്ടയടിച്ച് വന്നിട്ട് നമുക്ക് പോയി തൊഴാൻ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ കൗണ്ടറൊക്കെ കണ്ടുപിടിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അന്നേരം തന്നെ മുട്ടയടിച്ച് മല കയറുകയല്ലായിരുന്നു. ഇതിപ്പം നേരത്തെ വന്ന കാരണം നമുക്ക് സമാധാനത്തിൽ പോയി മുട്ടയടിച്ച ശേഷം തൊഴാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കൗണ്ടറെല്ലാം കണ്ടുപിടിച്ചു. അപ്പം ചിന്നുമോൾക്ക് എന്താണെന്നൊന്നും അറിയുന്നില്ല, കൈയൊക്കെ കൂപ്പി തൊഴാനൊക്കെ തുടങ്ങുന്നൊന്നും മനസ്സിലായില്ല. പിന്നെ കയ്യും കാലും പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് കുഞ്ഞിന് മനസ്സിലായി, സമ്മതിക്കുന്നില്ലായിരുന്നു. കുഞ്ഞായിരുന്നപ്പം അറിയത്തില്ലായിരുന്നു, എന്നാലും കരഞ്ഞെങ്കിലും ഇതുപോലെ വാശിയൊന്നും കാണിച്ചിട്ടില്ല. പതുക്കെ കുഞ്ഞിതേ കരയാൻ തുടങ്ങി. കയ്യും ബലം പിടിക്കുന്നതൊക്കെ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഒരു വിധത്തിൽ സമാധാനമാക്കി ഞാനും പിന്നെ ഇടയ്ക്ക് ഒന്ന് പിടിച്ചു കൊടുത്തു. കരയുന്നുണ്ടായിരുന്നു, എന്നാലും രണ്ടും കൽപ്പിച്ച് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ബ്ലേഡല്ലേ മുറിവല്ലോ എന്നുള്ള പേടി കാരണം ഒതുക്കി കൈയും കാലും ഒക്കെ ഒന്ന് ഇറുക്കി പിടിച്ചിരുന്നു. അങ്ങനെ മുട്ടയൊക്കെ അടിച്ച് അത് കഴിഞ്ഞ് അവിടുന്ന് ദക്ഷിണയെല്ലാം കൊടുത്ത ശേഷം ഞങ്ങൾ നേരെ ചൂടുവെള്ളം മേടിച്ച് കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് തൊട്ടപ്പുറത്ത് ഇതുണ്ടായിരുന്നു ബാത്റൂം. അപ്പോൾ അവിടെ പോയി ചൂടുവെള്ളം മേടിച്ച് ഞങ്ങളിതാ കുഞ്ഞിനെ കുളിപ്പിച്ച് ഇതിനൊക്കെ തേച്ച് കൊടുത്തു. തലയിൽ ഭയങ്കര കരച്ചിലായിരുന്നു, പാവം സങ്കടം ഉണ്ടായിരുന്നു കുഞ്ഞിന്. കുറച്ച് നേരം എങ്ങനെ അടിച്ച് കരച്ചിലായിരുന്നു. അങ്ങനെ ചിന്നുമോളുടെ സങ്കടം എല്ലാം മാറ്റി ഞങ്ങൾ പെതുക്കതേ നടക്കാനിറങ്ങി. പിന്നെ പുറത്തിറങ്ങിയ കാഴ്ചകളാണല്ലോ കാണാൻ ഒരുപാടുണ്ടല്ലോ. അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ.